വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമായി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള പാവപ്പെട്ട വ്യക്തിക്ക് ജീവിതമാർഗത്തിന് വെളിച്ചം നൽകി ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് മെമ്പറും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീമാൻ ഹർഷകുമാർ, സെക്രട്ടറി റീന ഹർഷൻ, വൈസ് പ്രസിഡന്റ് അജു കെ മധു, ജോയിന്റ് സെക്രട്ടറി രതീഷ് കുമാർ, ട്രഷറർ മഹീന്ദ്രൻ വെഞ്ഞാറമൂട് മറ്റ് അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ ഉപജീവന മാർഗത്തിന് വേണ്ടി കട സ്പോൺസർ ചെയ്തു നൽകി. അതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് VM ന്യൂസ് ചാനൽ റിപ്പോർട്ടർ അബൂബക്കർ. സർക്കാർ ആനുകൂല്യങ്ങൾ പാവപ്പെട്ടവർക്കായി യഥേഷ്ടം വാരി നൽകുന്നുവെന്ന് അവകാശപ്പെടുമ്പോഴും വേങ്കോട് ജംഗ്ഷനിലെ ഗിരിജ എന്ന ഒരു പാവപ്പെട്ട സ്ത്രീ ജീവിക്കാനായി ബുദ്ധിമുട്ടുകയാണ്. അവരുടെ ജീവിത വിശേഷങ്ങളിലേക്ക് അതിൽ എന്നെ ഇരിക്കൂല, ഇവിടെ ഇരുത്തൂല എന്നുള്ളതാണ് അവർ വെല്ലുവിളിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ടുവന്ന് എന്നെ ഇവിടെ നിന്ന് ജയിലിൽ കൊണ്ടുപോകുമെന്നാണ് അവർ വെല്ലുവിളിക്കുന്നത്. കാരണം ആശ്രയിക്കാൻ എനിക്ക് ആരുമില്ല. എനിക്ക് വയസ്സ് 67 ഉണ്ട്. ചേച്ചി എന്താ പേരെന്താ? ഗിരിജ. ഇവിടെ കട വെച്ചിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഇരിക്കാൻ താമസിക്കില്ല, ഇവിടെ നിന്നെടുത്ത് മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറെ കൊണ്ടുവന്ന് പ്രസിഡന്റിനെ കൊണ്ടുവന്ന് പ്രസിഡന്റ് പറഞ്ഞ് എടുത്ത് മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അവർ മാറ്റുമെന്ന് പറഞ്ഞു. സാധനം വെക്കുകയാണെങ്കിൽ സാധനവും എണ്ണയും ആയിട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കടയായിട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ജീവിക്കാൻ വഴിയില്ല എങ്കിൽ ഒന്നിൽ ഞാൻ ഇതിനകത്ത് ആത്മഹത്യ ചെയ്യും. അതല്ലാത്ത പക്ഷം എനിക്ക് 2 നേരത്തെ ഭക്ഷണവും മരുന്നും ഗുളിയും സർക്കാർ തന്നാൽ മതി, ഞാൻ ജയിലിൽ വന്ന് കിടക്കാമെന്ന് പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റിവിടെ തന്നെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നേരത്തെ എവിടെയായിരുന്നു കട? ഇതിൻ്റെ തൊട്ടടുത്തായിരുന്നു കട. 5.5 വർഷം ഞാൻ അവിടെ ഇരുന്നു. ഞാനുമായിട്ട് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇപ്പോൾ അവർക്ക് ഇരട്ടി വാടക കൊടുക്കാമെന്ന് പറഞ്ഞ് തട്ടുകടയ്ക്കോ. അപ്പോൾ ഒരു വാടകയ്ക്കിരുന്ന കടയിൽ നിന്ന് അവരിറക്കി വിട്ടു. അപ്പോഴെനിക്കിരിക്കാൻ സ്ഥലം ഇല്ലാതെ വന്നപ്പോഴാണ് ഞാൻ ഒരു പെട്ടി കട വയ്ക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അതിൽ എന്നെ ഇരിക്കൂല, ഇവിടെ ഇരുത്തൂല എന്നുള്ളതാണ് അവർ വെല്ലുവിളിക്കുന്നത്. ഈ കട പണി ചെയ്തെടുക്കാൻ എത്ര രൂപയായിരുന്നു? കൈ നല്ല കാശ് ചെലവായിരുന്നു. ഈ കട എനിക്ക് ചാരിറ്റബിൾ ട്രസ്റ്റുകാർ ചെയ്തു തന്നതാണ്. കട ഇവിടെ വന്ന ഈ പ്രദേശത്തെ ചാരിറ്റബിൾ ട്രസ്റ്റുകാർ ചെയ്തു തന്നതാണ്. എനിക്കിവിടെ ഇറക്കി വെക്കാൻ കഴിയില്ലായിരുന്നു. വണ്ടിയിൽ വന്നപ്പോൾ ഞാൻ കൊണ്ടുവന്ന കുട്ടികളുടെ ഇറക്കി വെക്കാൻ പറഞ്ഞു. അപ്പോഴെനിക്ക് സ്ഥലം ഇതേ ഉള്ളായിരുന്നു. അങ്ങനെ ഇത് പറഞ്ഞു കൊടുത്തു. റോഡിന്റെ പരിസരത്ത് നിന്ന് ഏതാണ്ട് ഒതുങ്ങിയല്ലേ ഇരിക്കുന്നത് ഈ കട? വളരെ ഒതുക്കിയാണ് വെച്ചിട്ടുള്ളത്. നാട്ടുകാരെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞോ? നാട്ടുകാരും ഒരു ചെല്ലവും പറഞ്ഞില്ല. ആരാണ് ശരിക്കും ഇത് മാറ്റി കൊടുക്കണമെന്ന് പറയുന്നത്? ഈ വസ്തുവിന്റെ തൊട്ട് പുറകിലുള്ള വസ്തുക്കാരാണ്. അവരുടെ ചോദിക്കാതെ ചെയ്തുകൊണ്ട് യാതൊരു കാരണവശാലും അവർ ഒതുങ്ങൂല. പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ടുവന്ന് എന്നെ ഇവിടെ നിന്ന് ജയിലിൽ കൊണ്ടുപോകുമെന്നാണ് അവർ വെല്ലുവിളിക്കുന്നത്. അല്ല, ഇത് പഞ്ചായത്ത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയോ നിങ്ങൾ? ഞാൻ പെടുത്തിയില്ല. ഞാൻ വെച്ചതിൻ്റെ അന്ന് തന്നെ അവരൊന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കി അവർ ആളുമായിട്ട് ഇവിടെ വന്നു. അവർ പറഞ്ഞു ഇത് മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞു, പഞ്ചായത്തുകാരെ. അല്ലാതെ നമുക്കിവിടെ ഒരു പ്രശ്നവും ഇല്ല. വേറൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ പഞ്ചായത്തിലെ BPL ഗുണഭോക്തൃ ലിസ്റ്റിൽപ്പെട്ട ആളാണ്. അപ്പം ജീവിക്കാൻ വേറെ നിവൃത്തിയില്ല. അപ്പോൾ ജീവിക്കാൻ വേണ്ടിയിട്ട് റോഡ് സൈഡിൽ ഇങ്ങനെ ഒരു പെട്ടിക്കട ചാരിറ്റബിൾ ട്രസ്റ്റുകാർ ചെയ്തു തന്നതാണ്. ഇത് പഞ്ചായത്തുകാരോട് പറഞ്ഞായിരുന്നോ? അവരോട് പറഞ്ഞ് ട്രസ്റ്റ് തന്നെന്ന് പറഞ്ഞാൽ എനിക്ക് പിള്ളേരെ കൊണ്ടുവന്ന് വെച്ചാണെന്ന് പറഞ്ഞു. അപ്പം ഒന്നും പറയാൻ അവർ നമ്മളെ സമ്മതിക്കുന്നില്ല. അപ്പം ജീവിതം തകർന്നു പോയപ്പോൾ എന്താണ് സംസാരിക്കുന്നത് പോലും ഒരു ഇതില്ലാതെ വന്നു. കാരണം ആശ്രയിക്കാൻ എനിക്ക് ആരുമില്ല. എനിക്ക് വയസ്സ് 67 ഉണ്ട്. കുടുംബം ഭർത്താവ് മരിച്ചുപോയി. 2 കുഞ്ഞുങ്ങളുണ്ട്. 2 പേർക്കും ഗതിയില്ല എനിക്ക് തരാൻ. അവർ കുടുംബങ്ങളായി. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ കൊച്ചുമക്കളെ ചെറിയ കാര്യങ്ങൾ നടത്തുന്നത് ഇതുകൊണ്ടാണ്. അല്ല, എനിക്ക് വേറെ ആരും തരാനില്ല. അപ്പോൾ എനിക്ക് വാർദ്ധക്യത്തിൽ ആരെയും മുമ്പേ കൈനീട്ടാൻ വയ്യ. സർക്കാർ തരുന്ന പെൻഷൻ പൈസ, വിധവാ പെൻഷൻ എനിക്ക് കിട്ടുന്നുണ്ട്. അത് ഇപ്പം മാസങ്ങൾ കൊണ്ട് കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് ഗുളികയെങ്കിലും വാങ്ങിക്കുവാൻ കഴിയുമെന്ന് വെച്ചാണ് ഞാൻ ഈ റോഡ് സൈഡിൽ ഇറങ്ങിയത്. ഇതിപ്പോ ഈ വസ്തു ഉടമസ്ഥന്റെ അടുത്ത് ഇതൊക്കെ പറഞ്ഞോ? ഒതുങ്ങിയല്ലേ ഇരിക്കുന്നത്, ജീവിക്കാൻ അനുവദിക്കണം. അങ്ങേര് ഒന്നിനും സമ്മതിക്കില്ല. അങ്ങേര് ഞാൻ ചെന്ന് പറഞ്ഞില്ല. എനിക്ക് അറിവില്ലായിരുന്നു ബാക്കിലുള്ളവരുടെ പറഞ്ഞിട്ട് വെക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഭാഷയിൽ നിൽക്കുന്നത്. പഞ്ചായത്ത് അധികാരിയുടെ ഇടപെട്ടൊരു തീരുമാനം ഉണ്ടാക്കി തരുമോ? അവര് എനിക്ക് എതിരായിട്ട് നിൽക്കുള്ളൂ, എനിക്ക് പ്രതികൂലമായിട്ട് നിൽക്കുള്ളൂ, എനിക്ക് അനുകൂലമായിട്ട് നിൽക്കൂല.
കാരണം എല്ലാവരുടെ സംഭാഷണത്തിൽ അന്ന് ഞാൻ ഇത്രയും അവരുടെ താഴ്മയായിട്ട് പറഞ്ഞിലേക്ക് അവർ വെക്കാൻ പറ്റൂല, വെച്ചാൽ നിങ്ങളെ സാധനമായിട്ട് കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞു വെല്ലുവിളിച്ചത്. പോലീസിനെ കൊണ്ടുവന്ന് പോലീസും സാധനം ഇല്ല. ഇത് ഇന്നെടുത്ത് വെച്ചതേ ഉള്ളൂ. ഭയന്നാണ് വെക്കാതിരുന്നത്. അതുകൊണ്ടാണ് ഇത് വെച്ചപ്പോൾ തന്നെ ആരെങ്കിലും തടസ്സപ്പെടുത്താൻ വേണ്ടി വന്നോ? ആരും തടസ്സത്തിന് വന്നില്ല. പിറ്റേന്ന് രാവിലെയാണ് ഇദ്ദേഹം വന്ന് ഭീഷണിപ്പെടുത്തിയത്. ആരാണ് നിങ്ങളെ ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമത്തിന് മുൻകൂർ നിൽക്കുന്നത്? ഇവിടുത്തെ പ്രശ്നം ആനന്ദൻ എന്ന് പറയുന്ന ഒരു പയ്യനാണ്. അവൻ എന്നെ ഈ ദേശത്ത് ഇരുത്തൂല എന്നാണ് വെല്ലുവിളിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ ജനിച്ചു വളർന്ന നാടാണ്, ഞാനിവിടെ വിട്ടു പോകില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ മറ്റവരുടെ പറഞ്ഞ് എനിക്കിട്ട് പണി വെച്ചണക്ക് ഞാനും പണി വെച്ചു കൊടുത്തു. എന്നിട്ട് എന്തിനാണ് നിങ്ങൾ ഇവിടെ നിന്ന് ഓടിക്കുമെന്ന് പറഞ്ഞത് ഞാൻ ഇവനോട് സഹകരിച്ച് കളയുന്നു. അതാണ് അവൻ എൻ്റെ ഉള്ള വിരോധം. ഇവനോട് ഞാൻ സഹകരിക്കരുത്, അതാണ് പ്രശ്നം. ഇവൻ തെറ്റ് ചെയ്തില്ല, അവനോട് ഞാൻ സഹകരിക്കണം. മറ്റവൻ തെറ്റ് ചെയ്തത് കൊണ്ട് അവനോട് സഹകരിക്കാൻ പറ്റൂല, അതുകൊണ്ട് അവൻ സഹകരിക്കുന്നില്ല. എനിക്കല്ലാതെ വ്യക്തിപരമായിട്ട് ആരോടും വിരോധമില്ല. നാട്ടിലൊരു പൊതുപ്രവർത്തകനാണല്ലോ താങ്കളും, എന്താണ് ഇവരുടെ പ്രശ്നം? എൻ്റെ പേര് രതീഷ് എന്നാണ്. അപ്പോൾ ഇവിടുത്തെ നിലവിലുള്ള വിഷയം, അവർ അപ്പുറത്തൊരു കൊച്ചൊരു വണ്ടിക്കട ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ അവർ മാറിക്കൊടുക്കണമെന്ന് പറഞ്ഞ് പകരം 2000 രൂപ കൊടുത്ത് മേളിൽ നിന്നൊരു കട വാങ്ങി ഇവിടെ കൊണ്ടുപോയി വെച്ചതാണ്. വെച്ചത് സംബന്ധിച്ച് ഇവിടെയുള്ള 1-2 പേര് ചേർന്ന് ആ പുള്ളിയുടെ ഈ വസ്തുവിൻ്റെ ഓണറെ കൊണ്ടുവന്ന് ഇവിടെ വിഷയം ഉണ്ടാക്കി പഞ്ചായത്തിൽ പരാതി കൊടുക്കുകയൊക്കെ ചെയ്തു. അവർ 75 വയസ്സോളം ആയ അമ്മയാണ്. അവർക്ക് ഭർത്താവില്ല, വിധവയാണ്. 2 മക്കളുണ്ട്, 2പേരും കല്യാണം കഴിഞ്ഞു. ഇവർ സ്വന്തമായിട്ടാണ് കാര്യങ്ങളൊക്കെ നോക്കിപ്പോണത്. അപ്പോൾ അവർക്ക് എവിടെയെങ്കിലും ഇരിക്കാനുള്ള, അടച്ചു മൂടിയിരിക്കാനുള്ളൊരു സംവിധാനം നാട്ടുകാരുടെ നിലയിൽ നമ്മളുണ്ടായി. ഇവിടെ പല സ്ഥലങ്ങളിലും ഇവിടെ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ഒക്കെ കാണാം, കൈയേറ്റ ഭൂമിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവർക്കൊന്നും ഒരു കുഴപ്പമില്ല, ഇവർക്ക് മാത്രം ഒരു കുഴപ്പം ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ 2 ചേരിയിലാണ് ഇങ്ങനൊരു വിഷയം ഉണ്ടാകുന്നുള്ളത്. അയാൾക്ക് ഇത് എപ്പോഴും വേണം ഇത് മാറ്റി കൊടുക്കാമെന്ന് നമ്മൾ വാക്കാലെ പുള്ളി ഇവർ പറഞ്ഞതാണ്. എന്തെങ്കിലും വർക്ക് നടക്കുകയാണെങ്കിൽ അപ്പോഴും മാറ്റി കൊടുക്കുക, തൽക്കാലം ഇരിക്കാമെന്ന് പറഞ്ഞു. പഞ്ചായത്ത് ഉടനെ ഇവർ പോയി പഞ്ചായത്ത് സെക്രട്ടറി വിളിച്ചുകൊണ്ട് വന്നു. സെക്രട്ടറിയായിട്ട് സംസാരമായി 24 മണിക്കൂറിനകം എടുത്ത് മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞ് പുള്ളി അവർ പറഞ്ഞ് എനിക്ക് വേറെ സ്ഥലം കിട്ടുന്നവരെ എനിക്ക് ഇവിടെ വയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അത് ഒരു ചർച്ചയിൽ ഇരിക്കുകയാണ്. ഇവിടെ വേറെ ആരും സഹായിക്കാൻ വേണ്ടി ആരും മുന്നോട്ട് വരുന്നില്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം നമ്മൾ ചെയ്തു കൊടുക്കും. സർക്കാരിൻ്റെ പുറമ്പോക്ക് ഭൂമികൾ വമ്പന്മാർ കയ്യേറി നിരവധി ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുമ്പോഴാണ് ഗിരിജ ചേച്ചിക്ക് ഈ ഒരു ദുരിതം. എന്താണ് അടുത്ത ചേച്ചിയുടെ അടുത്ത മാർഗം എന്താണ്? ഞാൻ ഇതിലേ ഇരിക്കുള്ളൂ. എന്നെ കൊല്ലണമെങ്കിൽ സർക്കാർ കൊല്ലട്ട്. ഞാൻ BPL ലിസ്റ്റിലെ പെട്ട ആളാണ്. കാരണം എൻ്റെ ജീവിത രീതി അത്രത്തോളം കഷ്ടമാണെന്നുള്ളതറിയാം. ഞാൻ വെളുപ്പാങ്കാലം 4:30 മണിക്ക് ഇറങ്ങി പോയാണ് ഇത്തിരി സാധനം വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കണം. അത് ഇവിടെ ഇരുന്ന് ജീവിക്കാൻ താമസിക്കില്ലെങ്കിൽ മരിക്കണമെങ്കിൽ മരിക്കാം. ഇവിടെ ഇരിക്കുമ്പോൾ വണ്ടിയോടുകൂടി കൊണ്ടുപോയി എന്നെ ജയിലിയുടെ എന്ത് വേണം സർക്കാർ ചെയ്തോട്ട്. അതിലെനിക്കൊരു ഇതില്ല. ഞാൻ 60-67 വയസ്സ് വരെ ജീവിച്ചില്ല. ഇനി ആരെയും മുമ്പ് കൈ നീട്ടണേനേക്കാളും അത് നല്ലതല്ലേ. സർക്കാർ കൊണ്ടുവന്ന് ആഹാരം തന്ന് മരുന്നും ഗുളിയും വാങ്ങിച്ചു തരുമല്ലോ. ആ, ഞാൻ ഇവിടെ ഇരിക്കൂ. എനിക്ക് ട്രസ്റ്റുകാർ തന്നതാണ്, ഞാൻ ഇവിടെ ഇരിക്കൂ. നമ്മൾ ഗിരിജ ചേച്ചിയുടെ പ്രയാസങ്ങളും ദുരിതങ്ങളുമാണ് അവർ വിവരിച്ചത്. സർക്കാരിൻ്റെ BPL ഗുണഭോക്തൃ ലിസ്റ്റിൽപ്പെട്ട ഒരു പാവം ചേച്ചിയാണ് ശ്രീ ഗിരിജ. അവരുടെ ദുരിതമാണ് നമ്മൾ കേട്ടത്. റോഡരികിൽ വഴിയോരത്ത് ഒരുപാട് ബിസിനസ്സുകാരും കച്ചവടക്കാരും വഴിയോരത്ത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ഒതുങ്ങി ജീവിതത്തിനായി പൊരുതുമ്പോൾ ഈ ഒരു സ്ത്രീക്കും നീതി ലഭ്യമാക്കണ്ടേ? ജീവിക്കാനായി ജീവിതത്തിൻ്റെ അന്ത്യകാലത്ത് ഒരു ചെറിയ പെട്ടിക്കടയുമായി റോഡരികിലെത്തിയ ഗിരിജ ചേച്ചിയെ ഇവിടെ നിന്ന് മാറ്റാനാണ് വമ്പന്മാരുടെ ശ്രമം. ഈ ശ്രമത്തിൽ സർക്കാരിൻ്റെ ശ്രദ്ധ പതിയണ്ടേ? ഭരണപക്ഷവും ഭരിക്കുന്ന പഞ്ചായത്തും രാഷ്ട്രീയക്കാരും ഒരു ദാക്ഷിണ്യവുമില്ലാത്ത രീതിയിലാണ് ഈ വയസ്സായ അമ്മയോട് പെരുമാറുന്നത്. അനാവശ്യ പരാതികൾ പോലീസ് സ്റ്റേഷനിൽ നൽകി ഈ അമ്മയുടെ ഉപജീവന മാർഗത്തിന് തടസ്സപ്പെടുത്തുകയാണ്. എന്നാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വേണ്ട രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നാണ് ഞങ്ങൾക്കും ട്രസ്റ്റ് അംഗങ്ങൾക്കും പറയാനുള്ളത്. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുന്നത് വേദനാജനകമാണ്. ഗവൺമെന്റ് പോലും ഈ സാഹചര്യങ്ങളിൽ ഇടപെടുന്നില്ല.
ഇങ്ങനെ ഗവൺമെന്റ് കണ്ണടയ്ക്കുന്ന സാഹചര്യങ്ങളിലാണ് ഇതുപോലുള്ള ചാരിറ്റബിൾ ട്രസ്റ്റ് രംഗപ്രവേശനം ചെയ്ത് അവർക്ക് സംരക്ഷണം നൽകുന്നത്.